മലയാള മനോരമ ആരംഭിച്ചിട്ടുള്ള ഈ സാംസ്കാരിക ഉത്സവമായ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന വളരെ വിഖ്യാതമായ ഗ്രന്ഥ സമുച്ചയത്തിലേക്ക് കൂടി ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാൻ റീറ്റ് 17-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥ സമുച്ചയമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ഹോർത്തൂസ് എന്ന് പറഞ്ഞാൽ ആരാമം എന്നാണ് അർത്ഥം, ഗാർഡൻ. അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് മലബാറിക്കൂസ് എന്നതിന് പേരിട്ടത്. 1678 ഒന്നാമത്തെ വോള്യവും 13 വർഷത്തിന് ശേഷം 1691 12ാമത്തെ വോള്യവുമാണ് പ്രസിദ്ധീകരിച്ചത്. ലാറ്റിൻ ഭാഷയിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കേരള ഭാഗത്ത് അന്ന് കാണപ്പെടുന്ന 744 ആ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ സസ്യങ്ങളുടെ സസ്യശാസ്ത്രപരമായ വിവരങ്ങളുമാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 744 ഔഷധ സസ്യങ്ങൾ. ആ സസ്യങ്ങളുടെ എല്ലാം പൂർണ്ണമായ ചിത്രങ്ങളുണ്ട്. 793 ചിത്രങ്ങൾ അതിനകത്തുണ്ട്. 12 വോള്യങ്ങളിലായിട്ട് 1614 പേജുകളുള്ള ഒരു ഗ്രന്ഥ സമുച്ചയമാണ് ഈ പുസ്തകം. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. കാരണം അന്നൊരു തർക്കമുണ്ടായിരുന്നു. ഡച്ച് സാമ്രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രം ശ്രീലങ്ക വേണോ കൊച്ചി വേണോ എന്നൊരു തർക്കം നടന്നു. അന്ന് ശ്രീലങ്കയിൽ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വാങ്കീസൻ പറഞ്ഞു അത് ശ്രീലങ്കയിലാണെന്ന് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വാൻ റീഡ് പറഞ്ഞത് കൊച്ചിയിൽ തന്നെ വേണമെന്നാണ്. ഇതിനെ ന്യായീകരിക്കാനായി അദ്ദേഹം പറഞ്ഞത് കേരളത്തിലാണ് അന്ന് ചികിത്സാ സൗകര്യങ്ങളൊക്കെ കുറവാണ്, മരുന്നുകളൊക്കെ കുറവാണ്, രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ഔഷധ സസ്യങ്ങളുടെയൊക്കെ ലഭ്യത ഈ പ്രദേശത്താണെന്നാണ് അദ്ദേഹം വാദിച്ചത്. കാരണം അന്ന് അറബി കച്ചവടക്കാർ കേരളത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് യൂറോപ്പിൽ കൊണ്ടുപോയി പൊടിച്ച് ഔഷധങ്ങളാക്കി തിരിച്ച് ഈ ഭാഗത്ത് എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എഴുതുന്നത്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അത് ഒരു വോള്യം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഹോർത്തൂസ് മലബാറിസി എന്ന ഏകനാമത്തിലാണ് ആദ്യത്തെ വോള്യം ഇറങ്ങുന്നത്. പക്ഷെ പിന്നീടാണ് എഴുതി വന്നപ്പോൾ 12 വോള്യമായിട്ട് വന്നു. അതിൻ്റെ സർവനാമമായിട്ട് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പേരിട്ടത്. വാൻ റീഡ് നിരവധി പേരുടെ സഹായത്തോടു കൂടിയാണ്, വിദഗ്ധരുടെ സഹായത്തോടു കൂടിയാണ് ഈ പുസ്തകം ഈ ഗ്രന്ഥ സമുച്ചയം തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഫാദർ മാത്യൂസ് ആണ്. അദ്ദേഹം കാർമലിറ്റിയ പുരോഹിതനായിരുന്നു. അദ്ദേഹം സസ്യശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും വിദഗ്ധനായിട്ടുള്ള അദ്ദേഹമായിരുന്നു. അതുപോലെ കേരളത്തിൽ തന്നെ അന്ന് പ്രമുഖനായിരുന്ന ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന വൈദ്യൻ്റെ കൂടി സേവനം അദ്ദേഹം തേടി. അതിനു പുറമെ 3 കൊങ്കണി വൈദ്യന്മാരുടെ സഹായവും അദ്ദേഹം ഇതിനു വേണ്ടി തേടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത്. ഇതിലെ ഒരു പ്രത്യേകത, ഇതിലാണ് ആദ്യമായിട്ട് മലയാളം അച്ചടിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ എല്ലാം പേര് അറബി, മലയാളം, അതുപോലെ നാഗരി, റോമൻ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ അച്ചടി മലയാളം അച്ചടിക്കുന്നത് അത് ലിപികളില്ല, അത് കോപ്പർ പ്ലേറ്റിൽ എൻഗ്രേവ് ചെയ്തിട്ട് അതിങ്ങനെ പതിക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് മലയാളം അച്ചടിച്ച ഈ പുസ്തകത്തിലാണെന്ന് പറയാം. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ്, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബോംബെയിലെ മുരിയർ പ്രസ്സിൽ ബുക്കാനൻ മലയാളം ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് മലയാളം അച്ചടിക്കുന്ന ഇതിലാണ്. അപ്പോൾ ഈ പുസ്തകം ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കാൻ കാരണം അക്കാലത്ത് ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ്. 1704 ന്യൂട്ടൻ്റെ ഓപ്റ്റിക്സ് ആണ് ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന പ്രമുഖമായ ശാസ്ത്രഗ്രന്ഥം. അതുകൊണ്ട് ഇത് മലയാളത്തിൽ നിന്ന് പോർച്ചുഗീസ് ഭാഷയിലേക്ക്, പിന്നീട് ഡച്ച് ഭാഷയിലേക്ക്, പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് അങ്ങനെ തർജ്ജമയാണ്. ഒത്തിരി പരിഭാഷകരും സഹായം അദ്ദേഹം തേടി. ഈ പുസ്തകം ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്നു. മാത്രമല്ല യൂറോപ്പിൽ ഒരു അന്ധവിശ്വാസം കൂടെ പ്രചരിച്ചിരുന്നു.
കാരണം ഇത് ആദ്യം ഡച്ച് ഭാഷയിലേക്ക് പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പ്രസാധകൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു. പിന്നീട് ജോൺ ഹിൽ എന്നുള്ള പ്രസിദ്ധനായ പ്രസാധകൻ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴും ഇതേ രീതിയിൽ ഒരാൾ മരണമടഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് ഇരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഡോക്ടർ KS മണിലാൽ, അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ ബോട്ടണി പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇത് നിരവധി പുരോഹിതന്മാരുടെയും മറ്റ് ലാറ്റിൻ ഭാഷയിൽ വിദഗ്ധരായ ആളുകളുടെയും സഹായത്തോടു കൂടി അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അത് 2003 ആ പരിഭാഷ കേരള സർവകലാശാല ഇംഗ്ലീഷിലും 2008 അതിൻ്റെ മലയാളം പരിഭാഷയും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മണിലാൽ സാർ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അദ്ദേഹം അത് പരിഭാഷ മാത്രമല്ല നിർദ്ദേശിച്ചത്, അതിൽ പറഞ്ഞിട്ടുള്ള ഔഷധ സസ്യങ്ങളുടെ ആധുനിക സസ്യശാസ്ത്ര നാമങ്ങളും കൂടി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. മോഡേൺ ബൊട്ടാണിക്കൽ നെയിംസും കൂടി അതിൽ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥസമുച്ചയം, അതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. പല ഘടകങ്ങളാൽ അന്നത്തെ കൊളോണിയൽ ഹിസ്റ്ററി പഠിക്കാൻ, ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററി പഠിക്കാൻ, അതിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഔഷധ ഗവേഷണം, ഇങ്ങനെ നിരവധി ഗവേഷണ സാധ്യതകൾ തുറന്നു തന്നിട്ടുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഗവേഷണ സാധ്യതകളുമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ആ പ്രസക്തിയും ഗവേഷണ സാധ്യതകളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ഡോക്ടർ ചാൾസ് ജയസ് അതിനെക്കുറിച്ചൊരു ആധികാരിക ഗ്രന്ഥം തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ 2 ചാപ്റ്റർ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ എന്ന് പ്രസിദ്ധീകരിക്കുന്നു. ഞാനിതിൻ്റെ ഒരു കമ്പാനിയൻ വോളിയം എന്നുള്ള രൂപത്തിൽ ഹോർത്തൂസ് മലബാറിക്കൂസ് പ്രവേശിക എന്ന പേരിൽ, അതായത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു പുസ്തകം എൻ്റേതായിട്ട് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചും ഇതിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും ഗവേഷണ സാധ്യതകളെക്കുറിച്ചും ഒരു പ്രാരംഭ നിരീക്ഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ചാൾസ് ഡയസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ നൽകിയ ഡോക്ടർ ഇക്ബാലിനെ ഞാൻ വാസ്തവത്തിൽ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം മെഡിക്കൽ ഡോക്ടർ എന്നതിലുപരി കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ ഏറെ പ്രസിദ്ധനാണ്. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തി അദ്ദേഹം ഇതിന് സമയം കണ്ടെത്തി ഒരു പുസ്തകരചനയും നടത്തി. ഹോർത്തൂസ് സാധാരണ ജനങ്ങൾക്ക് അത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുമ്പോൾ മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് മലയാളത്തിൽ നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഈ മലബാറിൻ്റെ ഉദ്യാനം രചിക്കാനുണ്ടായ സാഹചര്യം, ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്ന ഹെൻറിക് വാൻ റീഡ് ഈ ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ 3ാമത്തെ വോള്യൂമിൽ 16ഓളം പേജുകളിലായിട്ട് വിവരിക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് തനിക്ക് ഇപ്രകാരം ഒരു മലബാറിലെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഗ്രന്ഥം രചിക്കുവാനായിട്ടുള്ള പ്രചോദനമായതെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങളും ഡോക്ടർ ഇക്ബാലൂടെ വെളിപ്പെടുത്തി. വാൻ ഗോയൻസ് എന്ന ഡച്ച് കമ്പനിയിലെ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയെ, അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളെ ബറ്റാവിയയിലല്ല, ഇത് മലബാറിലായിരിക്കണം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർവ്വദേശത്തെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിവിടെ തന്നെ സ്ഥാപിക്കണം എന്ന അദ്ദേഹത്തിനുള്ള ഒരു നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഡോക്ടർ ഇക്ബാൽ അതിവിടെ പറഞ്ഞു. ഇപ്രകാരം ഒരു ഗ്രന്ഥരചനയ്ക്ക് അദ്ദേഹം തുടക്കമിട്ടത് എന്നുള്ള പിന്നാമ്പറ കഥയാണ്. അതേതായാലും 742 സസ്യങ്ങൾ, 744 എന്നും പറയുന്നു, 732 എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് എണ്ണി നോക്കി, 744 ചെറിയ സംഖ്യ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും.
ഇത് ഏത് കാലഘട്ടത്തിൽ രചിച്ചു എന്നുള്ളതാണ് സാർ, വേറെ. അതിലെ ചിലത് ഔഷധ സസ്യങ്ങളല്ലെന്നും അല്ല, പറയുന്നു. നൂറോളം സസ്യങ്ങൾക്ക്, നൂറോളം സസ്യങ്ങൾ ഔഷധ സസ്യങ്ങളല്ല എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രത്യേകതയും അന്ന് ആ കാലഘട്ടത്തിൽ ഇവർ അന്വേഷിച്ച് നടന്ന ഫാദർ മത്തേവൂസും പിന്നെ രംഗഭട്ട്, വിനായക പണ്ഡിറ്റ്, അപ്പു ഭട്ട് എന്ന ഗൗഡ സാരസ്വത വൈദ്യന്മാരും ഇട്ടിയച്ചതൻ വൈദ്യനും കൂടി ഉൾപ്പെട്ട ആ ടീം കണ്ടെത്തിയത് ഇത്രയും സസ്യങ്ങളാണ്. അത് വളരെ നന്നായിട്ട് അത് രേഖപ്പെടുത്തി അതിൻ്റെ ചിത്രങ്ങൾ വരച്ച് അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഔഷധ ഗുണമുള്ളതെന്ന് കൂടി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തുടങ്ങുന്നത് തന്നെ തെങ്ങാണ്. തെങ്ങൊരു കൽപ്പവൃക്ഷമാണെങ്കിൽ അതിന്റെ ഔഷധ മൂല്യങ്ങളെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അതിനകത്ത് തെങ്ങിനാ തുടങ്ങുന്നത്. കറക്റ്റ്ലി അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഡോക്ടർ ഇക്ബാൽ അത് വളരെ കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. തെങ്ങിൽ നിന്ന് ആണ് അത് തുടങ്ങുന്നത്, ആദ്യത്തെ വോളിയം. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അദ്ദേഹം ഈ 16 പേജിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ ഡോക്ടർ ഇക്ബാൽ തന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ വൈദ്യ സഹായം ആവശ്യമുള്ളപ്പോൾ ഈ മരുന്നുകൾ വരുന്നത് യൂറോപ്പിൽ നിന്നായിരിക്കണം. അത് കോൺസ്റ്റാന്റിനോപ്പിൾ വഴി യൂറോപ്യന്മാരുടെ അടുത്തെത്തി തിരിച്ചിവിടെ വരുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണമെല്ലാം നശിക്കുന്നു എന്നുള്ളതായിരുന്നു വാൻഡീഡ് കണ്ടെത്തി പറഞ്ഞ ന്യായം. അതെന്തുകൊണ്ട് ഇവിടെ തന്നെ നിർമ്മിച്ചുകൂടാ എന്ന അദ്ദേഹത്തിൻ്റെ വളരെ എന്താ പറയുക, ലോജിക്കലായിട്ടുള്ള ആ ചിന്തയുടെ വെളിച്ചത്തിലാണ് ഇതിന് തുടക്കമിട്ടതെന്നും അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്രകാരം മരുന്നുകൾ ഇവിടെ യൂറോപ്പ് വഴി, അതായത് ഇവിടെയുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾ അറബിക് കച്ചവടക്കാർ വഴി യൂറോപ്പിലെത്തി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെടുന്നു. അപ്പം അതുകൊണ്ട് അത് എന്തുകൊണ്ട് ഇവിടെ തന്നെ നിർമ്മിച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ്, എന്നുള്ള ചിന്തയാണ്. മാത്രമല്ല ഇവിടുന്ന് കൊണ്ടുപോയതാണെന്നും പലർക്കും പറഞ്ഞുകൂടാ. പലരും വിചാരിക്കുന്ന യൂറോപ്യൻ മരുന്നുകളാണെന്നാണ്. അതെ. അപ്പോൾ അങ്ങനെ എന്തായാലും 12 വോള്യൂമിൽ വളരെ ലെബോറിയസ് പ്രോസസ്സ്, വളരെയധികം ആളുകൾ ഉൾപ്പെട്ടതാണ്. ഫാദർ മത്തേവൂസ് അതിൻ്റെ തുടക്കക്കാരനെന്നും ഫോർട്ട് കൊച്ചിയിലെ ഓടത്ത എന്ന് പറയുമ്പോൾ ഹോർത്തയാണ് ഓടത്തയായത്. ആ ഔഷധ ഉദ്യാനം വച്ചു പിടിപ്പിക്കുന്നതിൽ വാൻഡീഡിന് ഏറ്റവും അധികം പിന്തുണയും അതിൻ്റെ തുടക്കക്കാരൻ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം തുടക്കമിട്ടതും ഫാദർ മത്തേവൂസ് ആണെന്നും ഗൗഡസാരസ്വത ബ്രാഹ്മണരടക്കം ഇട്ടിയച്യുതൻ വൈദ്യനടക്കം പല നാട്ടുവൈദ്യന്മാരെയും അദ്ദേഹം ഇതിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഈ ഇറ്റാലിയൻ വൈദികനായ ഫാദർ മത്തേവൂസിന് ഔഷധ ഗുണമുള്ള സസ്യങ്ങളെ മറ്റുള്ളവരാണ് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഈ നാട്ടുകാരനല്ല. അദ്ദേഹം ലെബനനിലും അറബികളിലും ദമണിലും ഒക്കെ പോയിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഗവേഷണം തുടർന്നെങ്കിലും ഇന്ന സസ്യം അത് അതിൻ്റെ ഭാഗം ഇന്ന അസുഖത്തിന് ഉപയോഗിക്കാം എന്നുള്ളത് ആ അറിവെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം ഇട്ടിയച്യുതൻ. പിന്നെ സാർ അതിന് 2 ഭാഗമുണ്ട്. ബൊട്ടാണിക്കൽ ഭാഗം കൂടുതലായിട്ട് മത്യാസവും മെഡിസിനൽ ഭാഗം കൂടുതലായിട്ട് ഈ ഗൗഡ സാരസ്യ തീർച്ചയായിട്ടും ഇട്ടിയച്ചനും പറഞ്ഞിരിക്കാനാണ് സാധ്യത. കാരണം അവർക്ക് ഇതിന്റെ ഗുണം അറിയുള്ളൂ. അതെ. ഇട്ടിയച്യുതൻ വൈദ്യൻ ഒരു പ്രാക്ടീസിങ് ഫിസിഷ്യൻ ആയിരുന്നു എന്നുള്ളത് ആ കൊല്ലാട്ട് വൈദ്യന്മാരുടെ ആ പരമ്പരയിൽപ്പെട്ട അവരുടെ തൊഴിൽ തന്നെ ഈ ഗവേഷണത്തിൽ അല്ലെങ്കിൽ ഈ ചികിത്സാ രീതിയിൽ അവർ വിദഗ്ധരായിരുന്നു എന്നുള്ളതാണ്. ഇട്ടിയച്ചന്റെ ജന്മസ്ഥലത്ത് പോയിരുന്നു, ഞാൻ അടുത്ത കാലത്ത് പോയിരുന്നു. 8ാം തലമുറയാ. അപ്പോൾ ഒരു കുരിയാല എന്ന് പറയുന്ന ഒരു സ്മാരകം തകർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ സ്മാരകം മാത്രമാണ് അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഉള്ളത്. അത് ഈയിടെ ഉണ്ടാക്കിയത് തന്നെയല്ല. നമുക്കൊരു അത്ഭുതമുണ്ട്, പുള്ളി ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പം അന്ന് ഈ ആയുർവേദ ചികിത്സയ്ക്ക് മുമ്പുള്ള നാടൻ വൈദ്യങ്ങളായിരിക്കണം അദ്ദേഹം. അങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അതിന് വേറൊരു വിളിപ്പേരൂടെ ഉണ്ട്, ബുദ്ധിസ്റ്റ് വൈദ്യം. അതിന് കാരണം കേട്ടോ സാർ, അത് ഞാൻ ഈ അടുത്ത കാലത്താണ് ശ്രദ്ധിച്ചത്, അതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ടില്ല. അജയ് ശേഖർ, അതായത് കാലടി സർവകലാശാലയിലെ ബുദ്ധിസ്റ്റ് കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അജയ് ശേഖറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചികിത്സയ്ക്ക് ബൗദ്ധികമായ പാരമ്പര്യം വല്ലതും ഉണ്ടെന്ന്. അതിനൊരു കാരണം അവർ പറയുന്നത്, ഇതിനകത്ത് ഈ പുസ്തകത്തിൽ ഇട്ടിയച്ചതിൻ്റെ ഒരു ഓതൻറ്റിക്കേഷൻ ഉണ്ട്.
അദ്ദേഹം കോലെഴുത്തിൽ എഴുതിയ ഒരു പത്രമുണ്ട്. അതിൽ അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്ന ഇലയിലാണ്. ആ അത് ബുദ്ധന്മാരാണ് ഇലയിൽ ഒപ്പിടുന്നത്. ഓ അങ്ങനെ അതുകൊണ്ട് ഞാനത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അത് ശ്രദ്ധിച്ചത്. അതായിരിക്കട്ടെ, അതും ഗവേഷണ സാധ്യത ഒത്തിരി ഉണ്ട്. അതാണ് അത് ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ അതൊക്കെ പറയുന്നത്. റിസർച്ച് പൊട്ടൻഷ്യൽ ഈസ് എനോർമസ്. ഡെഫിനറ്റ്ലി Definitely. because it was prepared in a particular situation and it has to be carried out. അതെല്ലാം അവർ പറയുന്നുണ്ട്. ഈ മത്തേയൂസ് പാദ്രിയും മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇത് തുടർന്നുകൊണ്ട് പോകണമെന്ന്. മറ്റുള്ളവർ ഇത് തുടർന്നുകൊണ്ട് പോകണമെന്ന്. പിന്നെ ഈ പറഞ്ഞ ചികിത്സാ രീതികളും കാര്യങ്ങളും എല്ലാം വാൻ റീഡിന് ബോധ്യപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ കൂടി ആയിരുന്നു ഇത് നടത്തിയിരുന്നെന്ന് വാൻ റീഡ് തന്നെ പറയുന്നു. അതെ, അതിനകത്ത് വേറൊരു രസമുണ്ട്. വാൻഡ്രീൻ്റെ ഒരു ബയോഗ്രഫി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ കോപ്പി ഹെനിഗർ എഴുതി, അത് നമ്മുടെ TBGRയിൽ ഞാനത് കണ്ടു. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ കോപ്പി. ഈ ഡച്ചുകാർക്ക് പൊതുവിൽ ബോട്ടണിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ജനറലി. അപ്പോൾ ഈ ഹെനിഗർ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കിട്ട് പേരിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എ കോൺട്രിബ്യൂഷൻ ടു ദ ഹിസ്റ്ററി ഓഫ് ഡച്ച് കൊളോണിയൽ. കാരണം ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടു പോകാനുള്ള ആളുകൾ വളരെ കുറവാണെന്ന് ഡോക്ടർ ഇക്ബാൽ ഇപ്പോൾ എന്നോട് പറയുകയുണ്ടായി. അത് തുടർന്നുകൊണ്ട് പോകാനായിട്ടും മനോരമയുടെ ഈ സംരംഭം ഒരു അല്പം നിരാശയുണ്ട് സത്യത്തിൽ. ഞാൻ 2003 ഞാൻ PCRക്കുന്ന കാലത്താണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 21 വർഷം കഴിഞ്ഞിട്ടും ഒരു ഗവേഷണ പ്രബന്ധം വന്നിട്ടുണ്ട്. സുനിത എന്ന് പറഞ്ഞൊരു വനിത. അത് ഇറ്റ് ഈസ് മോസ്റ്റ്ലി എ ഡിസ്ക്രിപ്റ്റീവ് തീസിസ്, നോട്ട് എ അനലിറ്റിക്കൽ. അതൊഴിച്ചാൽ കാര്യമായ ഒരു ഗവേഷണം നടക്കാത്തതിൽ ഒരല്പം നിരാശ എനിക്കുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം, പ്രതീക്ഷയും ഇപ്പം നടക്കുന്ന ഈ ചർച്ച, പ്രത്യേകിച്ച് മനോരമ സംഘടിപ്പിക്കുന്നതായതുകൊണ്ടും അതിന് പ്രചാരം കിട്ടുമെന്നുള്ളതുകൊണ്ടും ഇതിനെ തുടർന്ന് ധാരാളം ഗവേഷണങ്ങൾ നടത്തുമെന്നും അടുത്ത ഹോർത്തൂസിൻ്റെ എഡിഷനിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം പ്രതീക്ഷ അതാണ്. അതായത് മനോരമയുടെ ഈ വലിയ ഇവൻറ്റിൻ്റെ ടൈറ്റിൽ തന്നെ ഹോർത്തൂസ് ഒന്നും അതിൻ്റെ എന്താ പറയുക ചരിത്ര പശ്ചാത്തലത്തിലുള്ള ആ നാമം ഉപയോഗിക്കേണ്ട അക്കാഡമിക് സെഷൻ ഈ ഹോർത്തൂസ് മലബാറിക്കസ് ആയിട്ട് പോലും ഇതിന് വേണ്ടത്ര പ്രാധാന്യം ഇതിനിവിടെയും ഇല്ല എന്ന് നമുക്കൊരു ചെറിയ തോന്നലുണ്ട്. കാരണം ഇത് ഹോർത്തൂസ് എന്നുള്ള ആ ടൈറ്റിൽ തന്നെ എടുത്ത് ഈ വലിയൊരു ഇവൻറ്റ് നടത്തുമ്പോൾ ഹോർത്തൂസ് മലബാറിക്കോസ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വേണ്ടത്ര ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഞങ്ങൾക്കുണ്ട്. അതുപോട്ടെ, എന്തിരുന്നാലും മനോരമ ഇന്ന് ഇവിടെ നടത്തിയ ഈ വലിയ കാൽവയ്പ് എന്ന് ഞാൻ പറയാൻ കാര്യം, ഇനിയെങ്കിലും ഡോക്ടർ ഇക്ബാലും എന്നെ പോലെയുള്ളവരും ഇവിടെ പ്രകടിപ്പിച്ച ആ ഒരു പരാതി ഇതുകൊണ്ട് പരിഹരിക്കപ്പെടാനായിട്ടുള്ള ഒരു ആരംഭം കുറിക്കട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. കാരണം ഇപ്പം നമ്മുടെ ഔഷധ മേഖല വളരെയേറെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഈ ഔഷധ വില വർധനവിനെതിരായിട്ട് ഇപ്പം കേരളത്തിൽ പോലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഔഷധ സസ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തി ഒരു ഔഷധം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പോലും പരിഹരിച്ചെന്ന് വരാം. ഇത് അടുത്ത കാലത്ത് നടന്നു. ഇവിടെ ചൈനയിലെ വയോധികയായ ഒരു ഫാർമസിയിലെ വിദഗ്ധയായ 2UU എന്ന് പറയുന്ന വനിത, അവർക്ക് 2015 നോബൽ സമ്മാനം കിട്ടി. കാരണം അവിടെ മലേറിയ രോഗം വ്യാപിച്ചു. മലേറിയ രോഗം വ്യാപിച്ചപ്പോൾ ഹോച്ചിമിൻ ചൈനയിൽ ചെന്നപ്പോൾ ചൗവല്ലായോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു മരുന്ന് ഗവേഷണം ചെയ്ത് തരണം. കാരണം അത് ഡ്രഗ് റെസിസ്റ്റൻറ്റ്, ഔഷധങ്ങളോട് പ്രതിരോധശേഷിയുള്ള മലേറിയയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോച്ചിമിൻ അത് ചൗവല്ലായി തിരിച്ചു വന്ന് അതൊരു പ്രോജക്റ്റാക്കി. വർഷങ്ങളോളം ഗവേഷണം തന്നു, പല ഔഷധ സസ്യങ്ങളും പരീക്ഷിച്ചു. അവസാനം ഒരു ഔഷധ സസ്യത്തിൽ നിന്ന് ആർട്ടിമെസിനിൻ എന്ന് പറയുന്ന ഒരു ഔഷധം വികസിപ്പിച്ചെടുത്തു. 85 വയസ്സുള്ള 2UUവിന് നോബൽ പ്രൈസ് കിട്ടി 2015. അതോടുകൂടിയാണ് മലേറിയയെ ഹോച്ചിമിൻ അവിടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഇതിനകത്ത് എത്രയോ രോഗങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഔഷധ ഗവേഷണം നടത്താൻ പറ്റിയ ഒത്തിരി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ കാർഷിക സർവകലാശാലയുണ്ട്, ആരോഗ്യ സർവകലാശാലയുണ്ട്, ഒട്ടനവധി ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഔഷധ സസ്യങ്ങൾ ഒരു ലീഡ് നമുക്ക് കിട്ടും. ഇതിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ ശരിയാകണമെന്നില്ല, ബട്ട് ദർ യു ഗെറ്റ് എ ലീഡ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തി ഏതാനും ഔഷധങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കേണ്ട സമയം വളരെ വൈകിട്ടില്ലേ സർ? ഞാൻ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യം ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത്, നമ്മുടെ മഞ്ഞൾ, അതെ, ആര്യവേപ്പില,
ഇതിൽ നിന്നെല്ലാം വികസിപ്പിച്ചെടുത്ത പുതിയ ഔഷധങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് ആയുർവേദ ഔഷധങ്ങളായിട്ടല്ല, അത് മറ്റുള്ളവരെടുത്ത് അതിലാണ് ഈ പൈറസിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഈ ഹോത്തൂസ് മലബാറിക്കസിൽ പറഞ്ഞിരിക്കുന്ന സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങൾ മറ്റുള്ളവർ കൊണ്ടുപോയി വലിയ മരുന്നുകളും വലിയ ബ്രാൻഡുകളിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള അല്ല അതെ സാർ, അതിലെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. സാർ ഇവിടെ ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ സാർ. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പേറ്റൻ്റ് എടുക്കുമ്പോൾ 3 നിയമങ്ങളാണ് അവർ നോക്കുന്നത്: നോവൽറ്റി, ഇൻവെൻറ്റീവ്നെസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇൻവെൻറ്റീവ്നെസ്സാണ്, ഡിസ്കവറി അല്ല, ഇൻവെൻഷനാണ് പേറ്റൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പേറ്റൻ്റ് എടുക്കാൻ പോകുമ്പം ഇതാ മഞ്ഞളിന് ഇന്ന ഔഷധ മൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ പേറ്റൻ്റ് കിട്ടത്തില്ല. പേറ്റൻ്റ് എടുക്കുമ്പോഴാണ് ഔഷധങ്ങളുടെ വില വർദ്ധിക്കുന്നത്, കുത്തകവൽക്കരണം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ഹോർത്തൂസ് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഔഷധ സസ്യം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വിദേശ കമ്പനിക്ക് ഒരു മരുന്ന് ഉൽപ്പാദിപ്പിച്ച് പേറ്റൻറ്റിന് പോയാൽ മുൻകൂട്ടി അറിവുണ്ട്. അതിന് പ്രയർ നോളേജ്, പ്രയർ ആർട്ട് എന്ന് പറയും. ആ പ്രൊവിഷൻ വെച്ച് നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അകത്ത് വലിയൊരു സമീപകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തി അതാണ്. പക്ഷേ അവർക്ക് ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ ആർക്കും ഉൽപ്പാദിപ്പിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ വില കുറയും, എല്ലാവർക്കും ലഭ്യമാവും. സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് കടന്നത്. അതാണ് ഈ 1678 ഇത്രയും അധികം സസ്യങ്ങളെ 744 സസ്യങ്ങളെ കണ്ടെത്തി അതിൻ്റെ ഔഷധ ഗുണങ്ങൾ രേഖപ്പെടുത്തി അത് പ്രസിദ്ധീകരിക്കുക വഴി വലിയ മഹത്തായ കാര്യമാണ് അന്ന് നടന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് ഡോക്ടർ ഇക്ബാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പേറ്റന്റിന് വേണ്ടി ശ്രമിച്ചാൽ ഓൾറെഡി ഇത് കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഐഡൻറ്റിഫൈ ചെയ്ത ഔഷധ സസ്യങ്ങളിൽ നിന്നാണെന്ന് കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു അബദ്ധം കൂടി പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറയും, ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ നമ്മളത് സ്വീകരിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ട്രിപ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിപ്സ്. ആ എഗ്രിമെന്റ് വേൾഡ് ട്രേഡ് ഇതൊക്കെ സ്വീകരിച്ചിട്ട് നമ്മൾ ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ പ്രസക്തി, അതിൽ പറഞ്ഞിരിക്കുന്ന സസ്യങ്ങളുടെ ഉപയോഗത, അത് നമ്മളുടെ തന്നെ ഇൻ്റലക്ച്വൽ റൈറ്റ് ആയിട്ട് നിലനിർത്തേണ്ട ആവശ്യകത, ഇതെല്ലാം നമ്മൾ അടിവരയിട്ട് ഉറപ്പിച്ചില്ല എന്ന് വരികിൽ ഡോക്ടർ ഇക്ബാൽ ഇവിടെ സൂചിപ്പിച്ച ആ വലിയ ദുരന്തത്തിന് ഇതൊരു കാരണമാകും. നമ്മളിവിടെ നമ്മളുടെ സസ്യസമ്പത്തുക്കളെ, അതായത് ഔഷധ സസ്യ സമ്പത്തുക്കളെ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരും. രണ്ടാമത് വലിയൊരു ഭീഷണി, ഈ 744 സസ്യങ്ങൾ ഇന്ന് എവിടെയൊക്കെയാണ്? അത് വലിയൊരു ചോദ്യമാണ്. ഇന്നിവിടെ ഡോക്ടർ സാം ഒരാള്, ഞാൻ പേര് മറന്നു, അദ്ദേഹം ഞാൻ ഓൺലൈനിൽ കണ്ടതാണ്. അദ്ദേഹം പാലക്കാട് ഒരു ഉദ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മിക്കവാറും സസ്യങ്ങളെ കണ്ടെത്തി അത് സംരക്ഷിക്കപ്പെടാനായിട്ട് അദ്ദേഹം വഴിയൊരുക്കിയിട്ടുണ്ടെന്ന് കാണുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഇവിടെ ഒളവണ്ണയിൽ ഒരു ഉദ്യാനം ഉണ്ടാക്കാൻ ശ്രമം നടന്നത്, TBGR ചെല്ലുമ്പോൾ അവിടെയും കാണാം, കേരള യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ബോർഡ് കാണാം, പക്ഷെ ഒരിടത്തും വേണ്ട രീതിയിൽ അത് ശ്രമം നടന്നിട്ടില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ പേറ്റന്റ് സംരക്ഷണത്തിന്റെ വലിയൊരു വക്താവായ BK കയ്യാല അദ്ദേഹം പറയുന്നത്, ബൈ പബ്ലിഷിംഗ് ദി ഹോർത്തൂസ് മലബാറിക്കസ് ഇൻ ഇംഗ്ലീഷ് യു വിൽ ബി ഹാൻഡിങ് ഇറ്റ് ടു ദം ബയോപൈററ്റ്സ് ഓൺ എ പ്ലേറ്റർ എന്നാണ്. അതായത് ഒരു പ്ലേറ്റിൽ നമ്മുടെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ഒരു പ്ലേറ്റിൽ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി സമർപ്പിക്കുന്നു. ഇതിന്റെ ഈ നിയമത്തിന്റെ പക്ഷേ ഈ പ്രയർ ആർട്ട് പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് കണ്ടസ്റ്റ് ചെയ്യണം. കണ്ടസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ആളുകൾ ഉൽപ്പാദിപ്പിച്ചോട്ടെ, പക്ഷേ മോണോപ്ലൈസ് ചെയ്യാൻ പറ്റത്തില്ല, പേറ്റന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സാർ. ക്വസ്റ്റ്യൻ ആൻസറിന് സമയമായെന്ന് പറയുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന് പിന്നെ ഭാഷാശാസ്ത്രപരമായ ഗവേഷണത്തിന് ഒത്തിരി സാധ്യതയുണ്ട്. സത്യത്തിൽ ഭാഷാഭൂഷണി മനോരമയുടെ പ്രസിദ്ധീകരണമാണ്. മലയാള മനോരമ തന്നെ മലയാള ഭാഷയുടെ പിന്നെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്, നമുക്കറിയാം, ഒരു സ്ഥാപനമാണ്. ഇതിൽ ഇട്ടി അച്യുതൻ കോലെഴുത്തിലും കർണൂർ അതിനകത്ത് ഒരു പരിഭാഷകൻ ആര്യഴുത്തിലുമുള്ള സാക്ഷ്യപത്രമുണ്ട്. അതുപോലെ തന്നെ കൊങ്കണി വൈദ്യന്മാരുടെ കൊങ്കണി ഭാഷയിലുള്ള ഒരു സാക്ഷ്യപത്രമുണ്ട്, ഓതൻറ്റിക്കേഷൻ ഉണ്ട്. മലയാള 4 ഭാഷയിലും
ഈ സസ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററിയുടെ പഠനത്തിനും ഈ പുസ്തകത്തിന് വലിയ സാധ്യതയുണ്ട്, ശാസ്ത്ര പഠനത്തിനും. എന്നിട്ട് മലയാള ഭാഷ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഭാഷാ പഠനത്തിനെങ്കിലും, ശാസ്ത്രം അവിടെ ഇരിക്കട്ടെ, ഇത് പ്രയോജനപ്പെടുത്താത്തെന്നുള്ളത് നമ്മളെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവരെ സംഘാടകൻ എന്നോട് അറിയിച്ചത് നമുക്ക് ഒരു ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും, വേറെ ഒത്തിരി ഉണ്ട് കേട്ടോ, കൊളോണിയൽ ഹിസ്റ്ററി പഠിക്കാൻ ഇത് ഉപയോഗിക്കാം, ഒത്തിരി. അതുപോലെ അച്ചടിയുടെ ചരിത്രം തന്നെ അല്ലേ സാർ? അത്ഭുതമാണ് ഇത് ഇത്ര. അന്ന് ഇതെല്ലാം രേഖപ്പെടുത്തി ആംസ്റ്റർഡാമിൽ കൊണ്ടുപോയി പ്രിന്റിങ് നടത്തും. അതിന്റെ പ്ലേറ്റ്സ് എല്ലാം ബോംബെയിലെ ഒരു സേവിയർ യൂണിവേഴ്സിറ്റിയിലുണ്ട് കുറെ പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ആംസ്റ്റർഡാമിലുണ്ട്, ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്, ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്. 10 വോളിയൂമിന്റെ പ്ലേറ്റുകൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അവർ ഓപ്ഷനിൽ എടുത്തതാണ്. 1978 ഒരു ഓപ്ഷനിൽ. ശരിക്കും പറഞ്ഞാൽ സാർ, ഒരു നിധി കുംഭം നമ്മൾ തുറക്കാതെ വെച്ചിരിക്കുക. അതെ, അത് തുറന്നാൽ അതിലുണ്ടാകുന്ന അമൂല്യ നിധികളെ കണ്ടെത്തുവാനായിട്ട് കഴിയും. അതിനും മനോരമ വഴിയൊരുക്കിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ആമുഖങ്ങൾ വളരെ പ്രധാനമാണ്. ആമുഖം, എല്ലാത്തിനും ഒരു ആമുഖം എഴുതിയിട്ടുണ്ട് ഇവര്. അതിനകത്ത് നമ്മുടെ ഹിസ്റ്ററി അറിയാതെ ഇങ്ങനെ വരുന്നു. ഉദാഹരണത്തിന് സാർ ഇവിടെ പറഞ്ഞ ഒരു ചാപ്റ്ററിൽ കേരളത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ചും അത് വിജ്ഞാനം സാധാരണ ജനങ്ങളിൽ എത്തുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് മാൻഡിയുടെ വിമർശിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വരെ അതിനകത്ത് പറയുന്നുണ്ട്. അതിരിക്കട്ടെ, പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ സംഘാടകർ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ളവർക്ക് അത് പറയാം, സംശയങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കാം. അതിനൊരു സമയമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. സാർ, ഇതിൻ്റെ ഒരു അഡീഷണലായിട്ട് ചോദിക്കുന്നതാണ്. സാർ നേരത്തെ ഈ ബുദ്ധരുടെ ആ ഒരു സിഗ്നേച്ചറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഇലകളിലുള്ളത്. അതുപോലെ അവരുടെ ആലേഖനം ചെയ്തിരിക്കുന്ന അവർ പ്രതിപാദിക്കുന്ന സംഗതികളൊക്കെ ഈ ഇലകളിലാണ് എഴുതിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാനത് കേട്ടത് ഈ ബുദ്ധന്മാരുടെ ആ ഒരു വിശേഷണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അവർ ഇലകളിലാണ് ഈ സംഗതികൾ. അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും സാർ. ഇല്ല, എനിക്കത് എൻ്റെ ശ്രദ്ധ ഞാൻ പറഞ്ഞില്ല, അടുത്ത കാലത്താണ് ശ്രദ്ധപ്പെടുത്തിയത്. അത് ഈ ബൗദ്ധ പഠന കേന്ദ്രമൊക്കെ അത് പരിശോധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഗവേഷണം നടക്കേണ്ടത്. കാഷ്വലായിട്ട് നമുക്ക് എനിക്കറിഞ്ഞൂടാ ബൗദ്ധപാരമ്പര്യം. എൻ്റെ ഒരു ഇത് ആയുർവേദ പൂർവ്വകാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ദ്രവീഡിയൻ ചികിത്സാ രീതി, അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതാണ്. സാധാരണ അധസ്ഥിതരാണ് അവർ ചെയ്യുന്നത്. മറ്റൊരു ബ്രാഹ്മണിക്കലായിരുന്നല്ലോ അഷ്ടവൈദ്യന്മാരൊക്കെ വരുന്നത്. അപ്പം സംസ്കൃതത്തെ അടിസ്ഥാനത്തിലുള്ള അത്തരത്തിലുള്ള ചികിത്സാ പദ്ധതിയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അത് പിന്നീട് ആയുർവേദം അത് ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട് പലതും. അത് കെ.എൻ. മണിക്കർ സാറിനെ പോലെ ആളുകൾ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെയാണ് അല്ലേ സാർ വളരെ വിശദമായി പരിശോധിക്കപ്പെടുന്നത്. അത് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കോലെഴുത്ത്, വട്ടെഴുത്ത്, ഇതൊക്കെ ആരൊക്കെയാണ് കോലെഴുത്ത് എഴുതിയിരുന്നത്, വട്ടെഴുത്ത് എഴുതിയിരുന്നത്? അതെ, അതിന്റെ വളരെ പ്രധാനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റനാണ്. കാരണം കോലെഴുത്ത് ഈ പറയുന്ന അധസ്ഥിതരായിരിക്കണം. മറ്റേ അദ്ദേഹം ഉപയോഗിച്ച ആര്യഴുത്താണ് അല്ലേ? അതെ. ഞാൻ ഈ ഗൗഡസാരസ്വത ബ്രാഹ്മിൺസിന്റെ ഇതിന്റെ കോൺട്രിബ്യൂഷൻ, രംഗഭട്ട്, വിനായക പണ്ഡിറ്റ്, അപ്പുഭട്ട്, അവരുടെ ഒരു ഈ ഹോർത്തൂസ് മലബാറിക്കോസിനെ സംബന്ധിച്ചുള്ള കോൺട്രിബ്യൂഷൻ അവരൊരു സെമിനാർ നടത്തിയിരുന്നു ഗോവയില്. ശരി. അതിനൊരു സുവനീറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അവർ വളരെ എന്താ പറയാ പ്രകടമായിട്ട് അവകാശപ്പെടുന്നുണ്ട് ഈ എഴുത്തുകളുടെ. സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ച അതെ. അപ്പൊ മൻഹനിഘട്ടാണ്. പക്ഷെ അതിന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മളൊന്നും പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളല്ല. അതുപോലെ ഇട്ടിയച്ചവന്റെ കാര്യത്തിൽ ഒരു തമാശയുണ്ട്. ശരിയാണോന്ന് അറിഞ്ഞൂടാ. അവരുടെ 8ാം തലമുറ ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു. ഇദ്ദേഹം കേരളാരാമം എന്നും കൊണ്ടൊരു പുസ്തകം എഴുതിയിരുന്നു. താളിയോലയിലാണല്ലോ. അത് നഷ്ടപ്പെട്ടു പോവാ, ചെതലരിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു കൊട്ടയ്ക്കകത്ത്, നല്ലൊരു കൊട്ടയ്ക്കകത്ത് ഇത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി. അപ്പോൾ പിന്നീട് വന്ന തലമുറയ്ക്ക് ഈ താളിയോലയുടെ പ്രാധാന്യം അറിഞ്ഞുകൂടാതെ അതെടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് കൊട്ട ഉപയോഗിച്ചെന്നാണ്. അങ്ങനെ ഇപ്പോഴും മലയാളികളും അങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ഇത് ഞാൻ എൻ്റെ ഇടവക പള്ളി എന്ന് പറയുന്ന ഈ ചാത്യാത്ത് പള്ളിയിലാണ് ഈ ഫാദർ മത്തേവൂസ് പണിതത്. അദ്ദേഹം ഡച്ചുകാരുടെ സമൂഹത്തോടെ പണിത്. അത് കഴിഞ്ഞ ഒരു 30 വർഷം മുമ്പ് അവിടെ വന്ന ഒരു അച്ഛൻ പഴയ ചില അലമാരികൾ പരിശോധിച്ചപ്പോൾ ചെതലെടുത്ത രൂപത്തിൽ കുറെ റെക്കോർഡുകൾ കണ്ടു. അദ്ദേഹത്തിന് വായിച്ചിട്ട് മനസ്സിലായില്ല. അദ്ദേഹം അത് ആ മേട തന്നെ ഏത് ഭാഷയിലായിരുന്നു? അന്ന് അതിലാറ്റിലായിരുന്നു.
അത് അദ്ദേഹത്തിന് അടുത്ത ലാറ്റിനുമാണ്. അതെ, മിഡീവൽ ലാറ്റിനാണ്. ഈ മിഡീവൽ ലാറ്റിൻ അദ്ദേഹത്തിന് വായിച്ചിട്ട് മനസ്സിലാകാതെ വന്നപ്പോൾ ആ മേട പൊളിച്ചപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞു എന്നാണ് അവിടുത്തെ 1-2 പേര് എന്നോട് സാർ പറഞ്ഞു. ഇവിടെ പറയാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ ചാത്തോത്ത് പള്ളി കത്തോലിക്ക പള്ളിയാണ്. അപ്പൊ ഇവര് പ്രൊട്ടസ്റ്റന്റുകാരാണല്ലോ. അപ്പൊ ഈ ഡച്ചുകാർ വന്നപ്പോൾ അവരുടെ ഭരണ പ്രദേശത്ത് നിന്ന് ഈ കത്തോലിക്കരെയൊക്കെ പുറത്താക്കി. പക്ഷേ ഒരു എക്സെപ്ഷൻ മാത്രം. കാരണം മത്യോസുമായിട്ട് ഡിസ്കഷൻ നടത്തണമെങ്കിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. അതിനുവേണ്ടി അദ്ദേഹത്തിന് പള്ളി വെച്ച് കൊടുത്തു അല്ലേ? അവിടെ ഒരു ഫലകമുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട് ഈ കാര്യം. അത് ഈ ഞാൻ അവിടെ വരുന്നുണ്ട്, എനിക്ക് ഞാനത് കണ്ടിട്ട്. പ്ലീസ് കം, യു ആർ മോസ്റ്റ് വെൽക്കം. 1657 ഫാദർ മത്തേവൂസ് വളരെ സജീവമായിട്ട് മലബാറിൽ വരുന്നത്. അതിനുശേഷം പിന്നീട് പല പ്രാവശ്യം തിരിച്ചുപോയി അദ്ദേഹം വന്നിട്ടുണ്ട്. വാൻഡ്രീഡിന് ഇദ്ദേഹത്തെ ആവശ്യം വന്നപ്പോഴാണ് വരാപ്പുഴയിൽ താമസിച്ചിരുന്ന ഇദ്ദേഹത്തെ കൊച്ചി കോട്ടയിലേക്ക് വരുവാനുള്ള സൗകര്യാർത്ഥം ചാത്തിയാത്തും വരാപ്പുഴയിലും ഓരോ പള്ളികൾ 1673 പണിയാനായിട്ട് അനുവാദം കൊടുത്തത്. ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് 2 പ്രാവശ്യം ചരിത്രകാരന്മാരൊന്നും ഇത് നോക്കാത്ത എന്താ? അതിനുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് അവിടെ. ചരിത്രകാരന്മാരൊക്കെ ഒത്തിരി പേര് കേരളത്തിലുള്ളപ്പോ ഇതെന്താ പരിശോധിക്കാത്ത? ആ പള്ളിയിലുള്ള ഒരാൾ അതിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട് 40 വർഷം മുമ്പ്. ശരി. പിന്നെ അത് കൂടാതെ പുസ്തകത്തിൽ അതൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്, അതെല്ലാം റെഫർ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള ഈ ഗ്രന്ഥം ഏതായാലും മലബാറിന് സാറ് പറഞ്ഞതുപോലെ അന്നത്തെ കേരളം 56-ലാണ്, അതിനു മുമ്പ് മലബാറായിരുന്നു. അപ്പോൾ ഈ മലബാറിനെ സംബന്ധിച്ചുള്ള ഈ ഗ്രന്ഥത്തിൽ നിരവധി ഗവേഷണ സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്താനെങ്കിലും ഈ മനോരമയുടെ ഈ ഉദ്യമം സഹായിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഉന്നയിക്കാനുണ്ടെങ്കിൽ പറയാം, നമുക്ക് അല്പസമയം കൂടി ഉണ്ട്. കൊച്ചിയിൽ തന്നെ ഒരു ബാർ ഹോട്ടൽ തുടങ്ങി. അതിലൊരു ഹോർത്തസ് ബാർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഹോർത്തസ് മലബാറിക്കോസിലെ പറഞ്ഞിരിക്കുന്ന സസ്യത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഗോവയിൽ നിന്ന് വന്നൊരു എന്താ പറയുക കോക്ടെയിൽ മിക്സർ, ഒരു കോക്ടെയിൽ. അപ്പോൾ ഇതിൻ്റെ അനന്ത സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ബാറിലേക്കൊന്ന് രസകരമായ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതുകൂടാതെ എത്രയോ അധികം ഔഷധ സസ്യങ്ങളുടെ ഫലങ്ങൾ ഇനിയും മലയാളികൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് വലിയൊരു സാധ്യത. അപ്പം അതുകൊണ്ട് ഈ 744 സസ്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പം പാലക്കാടുണ്ടെന്ന് പറയുന്നതിലോ നമുക്കൊന്ന് പോകണം. കാരണം അദ്ദേഹം ചെയ്തത് വലിയൊരു കാര്യമാണ്. പലരും ശ്രമിക്കുന്നുണ്ട്, പലരും ഞാൻ പറഞ്ഞ ഈ ബോർഡ് കാണാം, പക്ഷേ എത്രത്തോളം. അതെ അതെ അതെ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ ഏറ്റവും അധികം പറയുന്നൊരു കാര്യമാണ് ഏകലോകം ഏകാരോഗ്യം എന്നൊരു ആശയം. ഏകാരോഗ്യം എന്നുള്ള ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയതുപോലെ മനുഷ്യരുടെ ആരോഗ്യം അവരിൽ മാത്രം കേന്ദ്രീകരിച്ച് സംരക്ഷിക്കാൻ സാധ്യമല്ല. പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ, ഒരു സമഗ്രമായ സമീപനത്തോടു കൂടി മാത്രമേ നമുക്ക് മനുഷ്യരുടെ ആരോഗ്യവും സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ള ഏകലോകം ഏകാരോഗ്യം എന്നുള്ള ആശയത്തിലേക്ക് ലോകം എത്തിരിക്കുക, പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞതോടുകൂടി. കാരണം ജന്തുജന്യ രോഗങ്ങളാണ് ഈ പറയുന്ന കോവിഡ് ആണെങ്കിലും നിപ്പ ആണെങ്കിലും ഒക്കെ ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗമാണ്. അതുപോലെ തന്നെ പ്രകൃതി ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ അമീബിക് മസ്തിഷ്ക ജ്വരം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ള സസ്യജാലങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സംരംഭങ്ങളെയും കൂടി സഹായിക്കും എന്നൊരു ആധുനിക കാല പ്രസക്തിയും കൂടി ഇതിന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രസക്തിയുടെ വേറൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ പപ്പായ എന്നുള്ള സസ്യം പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലൂടെ കൊണ്ടുവന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഹോർത്തസ് മലബാറിക്കോസിൽ പപ്പായ ഇല്ല. എന്നിരുന്നാലും ഈ അടുത്ത കാലത്ത് ഡെങ്കു ഫീവർ വന്നാൽ പപ്പായയുടെ ഒന്നിൽ ഇളം പപ്പായ പിഴിഞ്ഞിട്ടുള്ള സത്തെടുത്ത് കൊടുക്കുക, പ്ലേറ്റ്ലെറ്റ്സ് വർദ്ധിപ്പിക്കുക. എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇല്ല, പപ്പായ ഇതിനകത്ത് കണ്ടിട്ടില്ല. ഞാൻ അതിനകത്ത് സസ്യം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ കാരണം ഇതിനകത്തെ പല പേരുകളും സാർ അതിന് മോഡേൺ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ കൊടുത്തിട്ടുണ്ട്. റീചെക്ക് ചെയ്യണം. ഞാൻ എന്റെ പുസ്തകത്തിൽ ആ 3 കൊടുത്തിട്ടുണ്ട്. ഇവര് പറഞ്ഞ പേര് മോഡേൺ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അതിന്റെ ഒരു ഫാമിലി നെയിം ഉണ്ടല്ലോ, ഇത് 3 ഞാൻ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്.
അത് സാറ് നൽകിയ സാറ് ട്രാൻസ്ലേഷൻ മാത്രമല്ല ചെയ്തത്, അതെ ഹി ഡിഡ് ദി ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. അതെ അതെ. അപ്പൊ അത് വെച്ച് ചെക്ക് ചെയ്യണം, ഇതുണ്ടോ എന്ന് പറയാതിരിക്കാൻ സാധ്യത കുറവാണ്, ചെക്ക് ചെയ്യണം. കാരണം അത് അന്ന് ഇവർ ഈ 16-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്നതായതുകൊണ്ട് പപ്പായ അത് നമ്മുടെ വൈദ്യന്മാരുടെ അറിഞ്ഞിരിക്കണമെന്നില്ല. ഗവേഷണത്തിലോ അതിന്റെ ഔഷധ ഗുണമോ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പക്ഷേ അതിൽ നിന്നെടുത്ത സത്ത് ഗുളിക രൂപത്തിൽ വരികയാണ്. പിന്നെ മറ്റ് മെഡിക്കൽ കമ്പനികൾ, സിബ പോലെയുള്ള വലിയ മെഡിക്കൽ കമ്പനികൾ നമ്മുടെ ഔഷധ സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തി അതിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് കൊണ്ട് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പേറ്റന്റ് റൈറ്റും ബയോപൈറസിയും വളരെ പ്രസക്തമായ കാര്യങ്ങളാവുകയാണ്. അല്ല, അത് പ്രയോജനപ്പെടുത്താൻ കഴിയണം. കേട്ടോ സാർ, നമ്മളിവിടെ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ജലീലിനെ പോലുള്ള ആളുകളൊക്കെ ഇക്കാര്യം, യൂസുഫ് ജലീലിനെ പോലുള്ള ആളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖല. അത് നമ്മൾ അതിനകത്ത് ഇടപെടണം. സത്യത്തിൽ ട്രിപ്സിൽ വകുപ്പിൽ ഇത് പറയുന്നുണ്ട്, പ്രയർ നോളജ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടണമെങ്കിൽ ഇത് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. അത് തന്നെയല്ല, ഇത് രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം വളരെ തെളിയിക്കേണ്ട ബാധ്യത നമ്മളുടെയാണ്. അതെ അതെ. ഇത് 17-ാം നൂറ്റാണ്ടിൽ ഓൾറെഡി നമുക്ക് ഈ നോളജ് ഉണ്ടായിരുന്നെന്നും ഇത് നമ്മളുടെ സ്വത്ത് ഭൗതിക അവകാശമാണെന്നും അതുകൊണ്ട് ഇതിന് ഇന്റർനാഷണൽ പേറ്റന്റ് വേറൊരു കമ്പനിക്ക് അവകാശപ്പെടാൻ കഴിയില്ലെന്നും സ്ഥാപിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ ഇതെല്ലാം നമ്മുടേതാണെന്ന് അവകാശപ്പെട്ട് അതിനുള്ള രേഖകളും കാര്യങ്ങളും ഹാജരാക്കേണ്ടി വരും. പിന്നെ വേറെ വളരെ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചരിത്രപരമായ, അത് ഇട്ടിയച്ചതിനെ എങ്ങനെ ഇദ്ദേഹം കണ്ടെത്തി, ഇട്ടിയച്ചൻ അങ്ങോട്ട് എങ്ങനെ പോയി, അപ്പോൾ അവിടെ അതിനിടയ്ക്ക് ഒരു വലിയ വള്ളം കുഴിച്ചെടുത്തു ചേർത്തല ഭാഗത്ത്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഇട്ടിയച്ചൻ ആ വള്ളത്തിലാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള കഥകളൊക്കെ. അപ്പോൾ ഒത്തിരി ഗവേഷണ സാധ്യതയുണ്ട്. എനിക്കിപ്പോഴും എങ്ങനെയാണ് ഈ ഇട്ടിയച്ചനെ ഒന്ന് കണ്ടെത്തിയെന്ന് അതിന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ 1-2 പുസ്തകങ്ങളിലെ ഇടയ്ക്ക് വന്ന കാര്യങ്ങളാണ്. അതായത് ഈ ഔഷധ സസ്യങ്ങളെ വാൻ റീഡ് ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ ഫാദർ മത്തേവൂസ് ശേഖരിച്ച സസ്യങ്ങൾ കൂടാതെ, അത് വാൻ റീഡിന്റെ 16 പേജുള്ള മുഖവരയിലുണ്ട്, ഇതിന്റെ ഔഷധ ഗുണം എല്ലാം ഇവർക്കറിയില്ല. ഗൗഡസാരസ്വത ബ്രാഹ്മണർക്കും ഫാദർ മത്തേവൂസിനും ഇതറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ ബുദ്ധിസ്റ്റ് വൈദ്യം അല്ലെങ്കിൽ നാടൻ വൈദ്യം അറിയുന്ന ഒരു വൈദ്യനെ അവർക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഫാദർ മത്തേവൂസിന്റെ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയതെന്നാണ് ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വാൻ റീഡിനെ ഫാദർ മത്തേവൂസ് ഇട്ടിയച്ചൻ വൈദ്യനെ പരിചയപ്പെടുത്തിയെന്നും അതാണ് വലിയ വഴിത്തിരിവായതെന്നുമാണ് ഞാൻ വായിച്ചത്. നമുക്ക് വളരെ രസകരമായ ചർച്ച തുടരുന്നതിൽ ഒരു തടസ്സമുണ്ട്. പറഞ്ഞപ്പോൾ 10-11 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇച്ചിരുന്നത്. പക്ഷെ അടുത്ത സെഷൻ തുടങ്ങേണ്ടതുണ്ട്. നമുക്ക് ഈ ചർച്ച തുടരാം. എനിക്ക് സത്യത്തിൽ 2003 പ്രസിദ്ധീകരിച്ചു, ഒത്തിരി പ്രസംഗിച്ചു, ഇതൊക്കെ ഞാൻ നിർത്തിവെച്ചതാണ്. പക്ഷെ എൻ്റെ ഈ ഇതിൽ വന്നുകൊണ്ട് 2 ഗുണങ്ങളുണ്ടായിട്ട്. ഒന്ന്, മനോരമ ഇത് ടേക്കപ്പ് ചെയ്യുന്നുള്ളതാണ്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഹോർത്തൂസ് എന്നുള്ള പേരിലായിരിക്കും അവർ ഇനി ഭാവിയിലും ഈ ഇത് നടത്താൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇതൊരു ചർച്ചാ വിഷയമാകാനൊരു സാധ്യതയുണ്ട്. തന്നെയല്ല, എനിക്ക് ചാൾസ് ഡയസ് സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആധികാരികമായ ഗ്രന്ഥത്തിൻ്റെ 2 അധ്യായം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഇതിനകത്ത് എടുക്കുന്ന താല്പര്യം മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ ഒരു പ്രതീക്ഷ കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഹോർത്തൂസിൻ്റെ അടുത്ത എഡിഷനിൽ നിർബന്ധമായും ഹോർത്തൂസ് മലബാറിക്കൂസുമായി ബന്ധപ്പെട്ട നടക്കാനിടയുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മലയാള മനോരമയോട് അഭ്യർത്ഥന നടത്തുകയാണ്. ഹോർത്തൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങൾ നടത്താൻ താല്പര്യമുള്ളവർക്ക് മലയാള മനോരമ ഒരു ചെറിയ സാമ്പത്തികവും മറ്റുമായ സഹായം നൽകുന്ന കാര്യം ഈ ഹോർത്തൂസ് സംരംഭം അവസാനിപ്പിക്കുന്ന അവസരത്തിൽ അവരെ പ്രഖ്യാപിക്കണമെന്നും കൂടി ഞാൻ വിനയപൂർവ്വം ഈ ഗവേഷണം ഗവേഷണം നടത്തുന്ന കുട്ടി, കാരണം ഇതിനകത്തൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. ഞാൻ അവരെയൊക്കെ പരിചയപ്പെട്ടു. അതുകൊണ്ട് അവർ ഈ ഹോർത്തൂസ് ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടല്ലോ, അവസാന സമ്മേളനത്തിൽ മനോരമ പ്രഖ്യാപിക്കണം, ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗവേഷണ സംരംഭങ്ങൾക്ക് ഞങ്ങൾ എല്ലാ സഹായങ്ങളും നൽകുന്നതാണെന്നും അടുത്ത ഹോർത്തൂസ് സെമിനാറിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രബന്ധങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സെഷൻ വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ നല്ല ഒരു നിർദ്ദേശമാണ് ഡോക്ടർ ഇക്ബാലൂടെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഏതായാലും ഇപ്രകാരം ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നുള്ള പേരിലല്ലെങ്കിൽ പോലും ഹോർത്തൂസ് എന്നുള്ള ടൈറ്റിൽ തന്നെ ഈ വലിയ ഇവൻറ്റിന് മനോരമ തിരഞ്ഞെടുത്തു. അത് വലിയ കാര്യം. അത് ഞാൻ ഡോക്ടർ ഇക്ബാലിനെ പരിപൂർണമായിട്ട് പിന്താങ്ങുകയാണ്. ഇത് ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ വലിയൊരു മുന്നോട്ടുള്ള പോക്കിന് വലിയ ഒരു കാൽവെപ്പാകട്ടെ. ഈ സംരംഭം തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് മനോരമയ്ക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ അവരതിന് മുൻകൈ എടുക്കട്ടെ എന്ന് പ്രത്യേകം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ എല്ലാം നമസ്കാരം. താങ്ക് യു.